എല്ലാവർക്കും ഇഷ്ടമാണ് നല്ല ബ്യൂട്ടിഫുൾ ജോ ലൈൻ വിസിബിൾ ആയ ഫേസ്. മെലിഞ്ഞ ആൾക്കാർക്ക് മാത്രമാണ് ജോ ലൈൻ നാച്ചുറലി വിസിബിൾ ആകുന്നത്. ഈ വീഡിയോ അതിന് വേണ്ടിയിട്ടാണ്. ആ കൺമഷിയിൽ ഒരു വണ്ണം കുറഞ്ഞ ബ്രഷ് എടുത്തിട്ട് എൻ്റെ കയ്യിൽ സെക്കൻഡ് ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് കേട്ടോ. ഇപ്പം ഈ ഹലോ ഗായ്സ്, ഇത് നിങ്ങളുടെ വിജയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. ആർക്കൊക്കെ നിങ്ങളുടെ ആർക്കൊക്കെ ജോ ലൈൻ വരണം എന്ന് ആഗ്രഹിക്കണോ, എല്ലാവർക്കും ഇഷ്ടമാണ് നല്ല ബ്യൂട്ടിഫുൾ ജോ ലൈൻ വിസിബിൾ ആയ ഫേസ് കിട്ടാൻ. പക്ഷേ പ്രോബ്ലം ഇതാണെങ്കിൽ ചിലർ തടിച്ച കാരണം അവരുടെ ജോ ലൈൻ വിസിബിൾ ആയിരിക്കില്ല. ചിലർക്ക് ഒരു മീഡിയം ഹെൽത്തി ആയാലും അവർക്കും ജോ ലൈൻ വിസിബിൾ അല്ല. പിന്നെ ചിലർക്ക് ജനറ്റിക് ആയിട്ട് അവർക്ക് ജോ ലൈൻ വിസിബിൾ ആയിരിക്കില്ല. എല്ലാവരുടെയും വിചാരം ഓൺലി മെലിഞ്ഞ ആൾക്കാർക്ക് മാത്രമേ ജോ ലൈൻ വിസിബിൾ ആവുള്ളൂ. അത് ശരിയാണ്, മെലിഞ്ഞ ആൾക്കാർക്ക് മാത്രമാണ് ജോ ലൈൻ നാച്ചുറലി വിസിബിൾ ആവുള്ളൂ. ഇപ്പം നമുക്ക് മെലിയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എൻ്റെ കയ്യിലൊരു ട്രിക്ക് ഉണ്ട്. ഈ വീഡിയോ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ജോ ലൈൻ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ സ്കൾപ്റ്റ് ചെയ്യാമെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്, ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ കൺമഷി ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കയ്യിലുള്ള കൺമഷി എടുക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫേസ് ക്ലീൻ ആൻഡ് നീറ്റായിട്ട് വാഷ് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ എന്നിട്ട് വേണമെങ്കിൽ അതിലൊരു ഫൗണ്ടേഷൻ്റെ ഒരു ലൈറ്റായിട്ട് അത് കൊടുക്കുക, ലൈറ്റായിട്ട് ബേസ് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ കൺമഷിയിൽ ഒരു വണ്ണം കുറഞ്ഞ ബ്രഷ് എടുത്തിട്ട് നമ്മൾ ആദ്യം ഒരു സൈഡിലത്തെ ജോല് ഇങ്ങനെ ഞാൻ കാണിച്ച പോലെ ലൈൻ വരച്ചു കൊടുക്കുക. നമ്മുടെ ചിന്നിന്ന് തൊട്ട് നമ്മുടെ ഇയറിൻ്റെ താഴെയുള്ള ഭാഗം വരെയുള്ള ജോ ലൈനില്ലേ, അവിടെ ഒരു കൺമഷി കൊണ്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അതേപോലെ മറ്റേ സൈഡിലും നമ്മൾ ചിൻ തൊട്ട് ഇയർ ലോപ്പിൻ്റെ താഴെ വരെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ നമ്മുടെ കൃതാവില്ലേ, മുടി ചെവിയുടെ മുമ്പിലുള്ള ആ ഭാഗത്തും ഒരു ഇത്തിരി വരച്ചു കൊടുക്കുക കേട്ടോ, ഇങ്ങനെ കൺമഷി. അത് കഴിഞ്ഞിട്ട് ഒരു ബ്രഷ് എടുത്തിട്ട് ഈ കൺമഷി നല്ലോണം സ്മഡ്ജ് ചെയ്യുക, ഡൗൺവേർഡ്സ്. അപ്വേർഡ്സ് അല്ല, ഫേസിലേക്ക് അല്ല നിങ്ങൾ ഈ സ്ട്രോക്ക് അടിക്കേണ്ട. നിങ്ങൾ ചിന്നിന്ന് നെക്കിലേക്ക് ഡൗൺ വേസാണ് നിങ്ങൾ ബ്രഷ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിങ്ങനെ ആദ്യം ബ്രഷ് കൊണ്ട് സ്മഡ്ജ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കൺമഷി തീരെ പോയിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൈ കൊണ്ടും ഒന്ന് നന്നായി സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള നേരത്തെ യൂസ് ചെയ്ത ഫൗണ്ടേഷൻ അതിങ്ങനെ ഇതേ നിങ്ങളുടെ ഫേസ് സ്ട്രക്ചറിൻ്റെ ചിന്നിൻ്റെ ബിലോ അല്ല, ചിന്നിൻ്റെ ഇയർ തൊട്ട് ചിൻ വരെ രണ്ട് സൈഡും നിങ്ങളിങ്ങനെ ഫൗണ്ടേഷൻ കൊണ്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതേപോലെ തന്നെ ഈ ബ്രഷ് വെച്ചിട്ട് വേറൊരു ബ്രഷ് എടുക്കുക കേട്ടോ. അതിനായിട്ട് പുതിയ ബ്രഷ് എടുക്കുക, കൺമഷിയുള്ള ബ്രഷ് എടുക്കാൻ പാടില്ല, പുതിയ ഫ്രഷ് ബ്രഷ് എടുത്തിട്ട് അതിങ്ങനെ സ്മഡ്ജ് ചെയ്യുക. ഇപ്രാവശ്യം നിങ്ങൾ ഈ ഫൗണ്ടേഷൻ ഡോട്ട്സ് അപ്വേർഡ്സ് ബ്രഷ് ചെയ്യുക, നിങ്ങളുടെ ഫേസിലേക്ക് ബ്രഷ് ചെയ്യട്ടെ. നേരത്തെ നമ്മൾ ബ്രഷ് വെച്ചിട്ട് കൺമഷി ലൈൻ ഡൗൺവേർഡ് ബ്രഷ് ചെയ്തു. ഇപ്പം നമ്മൾ ഈ ഫൗണ്ടേഷൻ ഡോട്ട്സ് അപ്വേർഡ് ഫേസിലേക്ക് ബ്രഷ് ചെയ്തു കേട്ടോ. അങ്ങനെ ബ്രഷ് ചെയ്ത് എല്ലാ ഫൗണ്ടേഷനും നീറ്റായിട്ട് നമ്മൾ സ്മഡ്ജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ്, അപ്പം നമ്മുടെ ചിന്നിൻ്റെ ഏരിയയും നമ്മുടെ ഫേസിൻ്റെ ഏരിയയുടെയും കളർ ഡിഫറൻസ് അധികം അങ്ങനെ അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള പൗഡർ എടുക്കുക. ആ പൗഡർ എടുത്തിട്ട് കുറച്ച് ഫേസിൽ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നതിലേക്ക് നമ്മൾ ചിന്നിൻ്റെ അടിയിൽ വേറെ കളർ കൊണ്ട് നമ്മളൊന്ന് കൗണ്ടർ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ചിന്നിൻ്റെ മേളിലത്തെ ഏരിയ നമ്മൾ ഫൗണ്ടേഷൻ കൊണ്ട് കൗണ്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ ഒരു കോമ്പാക്ട് പൗഡറിൻ്റെ പോലെ ഹെൽപ്ഫുള്ളായി മാറും. അപ്പോൾ ഈവൻ ഔട്ട് ആക്കി തരും. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എൻ്റെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ജോ ലൈൻ ഈസിലി വന്നു. നേരത്തെ ഞാൻ പിന്നെ വീഡിയോയുടെ മുമ്പ് എൻ്റെ ജോ ലൈൻ ഇത്ര ക്ലിയർ ആയിട്ട് വിസിബിൾ അല്ലായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൺമഷി കൊണ്ട് കൗണ്ടർ ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ എൻ്റെ കയ്യിൽ സെക്കൻഡ് ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഒരു ഫൗണ്ടേഷൻ എടുത്തിട്ട് ഒരു സ്ട്രോക്ക് വരയ്ക്കുന്നുണ്ട് ജോ ലൈനിൽ രണ്ട് സൈഡും. ഇയറിൻ്റെ സൈഡിലും നമ്മൾ വരയ്ക്കാൻ മറക്കല്ലേ, ഇയറിൻ്റെ സൈഡിൽ വെർട്ടിക്കലായിട്ടും ചിന്നിൻ്റെ സൈഡിൽ ഹൊറിസോണ്ടലായിട്ടും വരയ്ക്കണം കേട്ടോ. അങ്ങനെ രണ്ട് സൈഡും വരച്ചിട്ട് ഞാൻ ഈവൻ ഔട്ട് ചെയ്യണം, മാക്സിമം ഈവൻ ഔട്ട് ചെയ്യണം. ഇവിടെ ഞാൻ ജോ ലൈൻ്റെ താഴെ ഷെയ്ഡ് കൊടുത്തിട്ടില്ല, ജോയുടെ താഴെ ഞാൻ കൺമഷി യൂസ് ചെയ്തിട്ടില്ല. അതെന്നെ നാച്ചുറലി ഉള്ള ഷെയ്ഡാണ്. നമ്മൾ ഈ വീറ്റിഷ് ആൾക്കാർക്ക് നാച്ചുറലി ഒരു ഷെയ്ഡ് ഉണ്ടാവും ജോൻ്റെ അടിയിൽ. സത്യം പറയാലോ, ആ നാച്ചുറൽ ഷെയ്ഡ് ഒരു ബെനിഫിഷ്യൽ ആയിട്ട് എനിക്ക് തോന്നിക്കണേ. അപ്പോൾ നമുക്ക് താഴെ ഒന്നും കൺമഷിയുടെ ആവശ്യമില്ല ആ നാച്ചുറൽ ഷെയ്ഡുള്ള കാരണം. അപ്പോൾ ഞാൻ ഇവിടെ ഫൗണ്ടേഷൻ മാക്സിമം ചിന്നിൻ്റെ അപ്പർ സൈഡിൽ സ്മഡ്ജ് ചെയ്തിട്ടുണ്ട്. ഫേസിൻ്റെ ഒപ്പം അങ്ങനെ നല്ലോണം സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈവൻ ഔട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കൂ, ഞാൻ ഈ പെൻസിൽ വെച്ചിട്ട് ലിപ് ലൈനർ കൊണ്ട് കാണിക്കണ ഈ നമ്മൾ എത്ര ഭംഗിയിലാണ് ജോ ലൈൻ നാച്ചുറലി കൗണ്ടർ ചെയ്ത് നോക്കൂ. ഈ ഫോട്ടോ എൻ്റെ നാച്ചുറലാണ്. ഇതിൽ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് കാണാം എൻ്റെ ഇയർ ലോക്ക് തൊട്ട് ചിൻ വരെയുള്ള ജോ ലൈൻ ക്ലിയർലി വിസിബിൾ ആണ്. അതിൻ്റെ താഴെയുള്ള പാർട്ട് എൻ്റെ ഒട്ടും ഞാൻ കൺമഷി യൂസ് ചെയ്തിട്ടില്ല, അത് നാച്ചുറലി ഷെയ്ഡഡ് ആണ്. ഓൺലി അപ്വേർഡ് ചിൻ ഏരിയയിൽ മാത്രം ഞാൻ ഫൗണ്ടേഷൻ കൊണ്ട് ഒരു ലൈൻ വരച്ച് ഞാൻ ഒന്ന് ഡിഫൈൻ ലുക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ സെക്കൻഡ് പിക്ചർ നോക്കുകയുള്ളൂ.
ഇതിപ്പോൾ കാണുന്നത് സെക്കൻഡ് പിക്ചറാണ്. ഈ പൂച്ച പിടിച്ചിരിക്കുന്നതിൽ ഇതിൽ ഞാൻ കൺമഷി യൂസ് ചെയ്തിട്ടുണ്ട്. അതിലും അത് നാച്ചുറൽ ആയിട്ടുള്ള പോലെ തോന്നണേ. ഇതിൽ നമ്മൾ 2 ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ചിന്നിൻ്റെ അടിയിൽ കൺമഷി, ചിന്നിൻ്റെ മുകളിൽ ജോ ലൈൻ കോൺടൂർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സാധാരണ ചെയ്യണ മേക്കപ്പ് ഒക്കെ ചെയ്യുക. ലിപ്സ്റ്റിക്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കൺമഷി എല്ലാം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഒരു ലുക്ക് വരും കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു, ബൈ, ടേക്ക് കെയർ.